PV അൻവറിന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റിൻ്റെ EDയുടെ ക്ലീൻ ചിറ്റ്. ഈ കഴിഞ്ഞ ദിവസം ആ വാർത്ത കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത ഒരത്ഭുതം തോന്നി. അദ്ദേഹം ബേപ്പൂരിൽ മത്സരിക്കുകയാണ്. സംസ്ഥാന പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസുമായിട്ടാണ് അദ്ദേഹം മത്സരം. കടുത്ത മത്സരമാണ്. അത് വോട്ട് ചെയ്യുന്നവർ ചെയ്യട്ടെ, ജയിക്കുന്നവർ ജയിക്കട്ടെ, അതല്ല എൻ്റെ വിഷയം. ഈ PV അൻവർ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ വളരെ പെട്ടെന്ന് അദ്ദേഹം സാധാരണ BJPക്കെതിരെ എന്തെങ്കിലും പറയുമ്പോഴാണ് ED രംഗത്ത് വരാറുള്ളത്. അദ്ദേഹം BJPക്കെതിരെ ഒന്നും പറഞ്ഞില്ല. പക്ഷേ വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ ED അങ്ങ് അറസ്റ്റ് ചെയ്യുകയും അത് വലിയ വാർത്തയാവുകയും ഭയങ്കരമായി ആഘോഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമുണ്ടായി. സത്യത്തിൽ അദ്ദേഹം നേരിട്ടും അല്ലാതെ ഒരുപാട് പേരിലൂടെയും അറിഞ്ഞത് രാഷ്ട്രീയത്തിലെ ഹതഭാഗ്യന്മാരിൽ ഒരാളാണ് പുള്ളിയെന്നാണ്. എന്ന് വെച്ചാൽ സാമ്പത്തികമായി വല്ലാതെ തകർന്നു നിൽക്കുന്ന ഒരാൾ. ഷൗക്കത്ത് അലി എന്ന് പറയുന്ന, ഇപ്പോൾ PV അൻവർ എങ്ങനെയാണോ അതുപോലെ ഒരു കാലത്ത് നിറഞ്ഞു നിന്ന് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വളരെ കരുത്തോടെ പ്രവർത്തിച്ച, ജവഹർലാൽ നെഹ്റുവിനെയൊക്കെ സ്വന്തം വീട്ടിൽ കൊണ്ടുവന്ന നിലപാടുള്ള കരുത്തുള്ള ഒരു കോൺഗ്രസ് നേതാവിൻ്റെ മകനായിരുന്ന PV അൻവർ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ കരുത്ത് പോലെ തന്നെ കരുത്തോടുകൂടി പ്രവർത്തിക്കുകയും ഒടുവിൽ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ തന്നെ അദ്ദേഹത്തിന് വലിയ വിനയായി മാറുകയും ഒക്കെ ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ കണ്ടതാണ്. സത്യത്തിൽ ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ ഒരു ഹതഭാഗ്യനാണ് PV അൻവർ. അദ്ദേഹം ഈ മുഖ്യമന്ത്രിക്കെതിരെ അതിന് മുന്നിലത്തെ ദിവസം വരെ അല്ലെങ്കിൽ മുമ്പുള്ള ആഴ്ച വരെ ഏറ്റവും വലിയ പിന്തുണക്കാരനും കടന്നൽ രാജ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന ഒരാൾ വളരെ പെട്ടെന്ന് വട്ടം തിരിഞ്ഞ് എല്ലാം തകർത്തെറിഞ്ഞുകൊണ്ട് അന്ന് വരെ കേരളത്തിൽ ഒരാളും സംസാരിക്കാൻ ധൈര്യം വരാത്ത കാര്യങ്ങൾ നിർഭയമായി ഉറക്കെ പറഞ്ഞ ആളാണ് PV അൻവർ. അതിനുള്ള തണ്ടുറപ്പൊന്നും അന്ന് ഒരു പാർട്ടിയിലെയും ഒരു മുന്നണിയിലെയും ആളുകൾക്കുണ്ടായിരുന്നില്ല. അത്ര കരുത്തോടെ വർത്തമാനം പറഞ്ഞ PV അൻവർ പിന്നീട് അദ്ദേഹം പാർട്ടി മാറുകയും തൃണമൂൽ കോൺഗ്രസ്സിലേക്ക് പോവുകയും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയി നിലമ്പൂരിൽ നിന്ന് രാജിവെക്കുകയും ചെയ്തു. യഥാർത്ഥത്തിൽ അദ്ദേഹം രാജിവെക്കാതെ അവിടെ തന്നെ തുടരുകയും തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാണ് അദ്ദേഹം രാജിവെക്കുന്നതെങ്കിൽ ഇപ്പോൾ അതേ മണ്ഡലത്തിൽ തന്നെ ചിലപ്പോൾ മത്സരിക്കാനും കഴിയുമായിരുന്നു. ആ രാജിയാണ് നമ്മുടെ ആര്യാടൻ ഷൗക്കത്തിന് ഒരു വലിയ രാഷ്ട്രീയ ശാപമോക്ഷം ലഭിച്ച് MLA ഒക്കെ ആകുന്നതിന് കാരണമായി തീർന്നത്. പക്ഷേ അതേ സമയം തന്നെ ഈ കത്തി നിൽക്കുന്ന അവസ്ഥയിൽ അദ്ദേഹം തുറന്ന് പലരെക്കുറിച്ചും പറയുകയും പല ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിടുകയും പലപ്പോഴും എല്ലാവരും അത്ഭുതത്തോടെ എന്താണ് ഇവൻ ചെയ്യുന്നത് എന്നൊക്കെ നോക്കി നിൽക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് തന്നെയാണ് ED അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്. വേറെ എന്തെല്ലാം പ്രമാദമായ കേസുകൾ ഉണ്ടാകട്ടും അറസ്റ്റ് ചെയ്യാതിരുന്ന അൻവറിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് വളരെ ലൈവായി വാർത്തയായി ഒക്കെ വന്നിട്ടും ഒട്ടും കൂസാതെ വീണ്ടും കരുത്തോടെ തിരിച്ചു വന്ന ഒരാളാണ് PV അൻവർ. അതുകൊണ്ട് തന്നെ ഇന്നത്തെ വാർത്ത കണ്ടപ്പോൾ എനിക്ക് യഥാർത്ഥത്തിൽ എന്തൊക്കെയാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു ബോളിവുഡ് സിനിമയെ അതിശയിപ്പിക്കും വിധമുള്ള സീനുകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ MLA ആയിരുന്ന അൻവർ ഇപ്പോൾ ബേപ്പൂരിൽ മത്സരിക്കുന്ന സമയം വരെ കേരള രാഷ്ട്രീയത്തിൽ തൊടുത്തുവിട്ടിട്ടുള്ളത്, ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ചെയ്ത പ്രവൃത്തികൾ, അതിൻ്റെ എല്ലാ വശങ്ങളെയും വിമർശിക്കുന്നവർ പോലും അങ്ങനെ ചെയ്യാൻ ധൈര്യം കാണിച്ചു എന്ന് പറയുന്ന ആ ഒരു ധൈര്യത്തെക്കുറിച്ച്, അതിന് അദ്ദേഹം കൊടുക്കേണ്ടി വന്നിട്ടുള്ള വില എത്രയോ വലുതാണെന്നുള്ളതിനെക്കുറിച്ചും ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. MLA സ്ഥാനം നഷ്ടപ്പെട്ടു. പിന്നെന്താണ് പറയുന്നത്, സ്വന്തം മണ്ഡലത്തിൽ MLA ആയി രാജാവായി വിലസിയിരുന്ന മണ്ഡലത്തിൽ ഒരു പ്രയാസവുമില്ലാതെ വീണ്ടും ജയിക്കുമായിരുന്ന ഒരു മണ്ഡലത്തിൽ 3-ാം സ്ഥാനത്ത് പോകുന്ന സ്ഥിതിവിശേഷമുണ്ടായി. പിന്നെ അത് കഴിഞ്ഞ് എന്താ പറയുന്നത്, EDയുടെ അറസ്റ്റ്, ജയിൽവാസം, ഇതെല്ലാം കഴിഞ്ഞാണ് ഇന്ന് EDയുടെ ക്ലീൻ ചിറ്റ് കിട്ടി എന്ന് പറയുന്ന വാർത്ത വന്നത്. ഏതായാലും അതൊരു എന്താ പറയുന്നത്, ഒരു തരത്തിൽ ഈ അയാളുടെ ഒരു ശാപമോക്ഷം വന്നതുപോലെയാണ് ആ EDയുടെ ക്ലീൻ ചിറ്റ് എനിക്ക് തോന്നുന്നത്. ഇലക്ഷൻ കഴിഞ്ഞാണത് വരുന്നതെങ്കിൽ ആ ഒരു റിമാർക്ക് അദ്ദേഹത്തിന് രാഷ്ട്രീയമായി പലരും ഉപയോഗിക്കുമായിരുന്നു. വരവിൽ കവിഞ്ഞ സ്വത്തോ അല്ലെങ്കിൽ വ്യാജ സ്വത്തോ അല്ലെങ്കിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തതിന് എന്തൊക്കെയോ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ട് അതിനു മുമ്പ് തന്നെ അത് പുറത്തു വന്നു എന്ന് മാത്രമല്ല, ഈ പറഞ്ഞതുപോലെ നമ്മൾ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ
ഒരു അസുരവിത്തെന്നൊക്കെ ചില വീടുകളിൽ വിളിക്കുന്നത് പോലെ എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവൻ പലതരത്തിൽ അതും ഇതുമൊക്കെ ചെയ്ത് കടന്നുപോയ ചരിത്രം ഞാൻ പഠിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പിതാവിലേക്ക് ചെന്നപ്പോഴാണ് പിതാവിൻ്റെ പിതാവുമൊക്കെ ഇതുപോലെ തന്നെ ഒരുതരം പോണാൽ പോകട്ടും പോടാ എന്ന് പറയുന്ന തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളവരും അതിനെ കൂസാതെ നേരിട്ടവരുമാണെന്ന് മനസ്സിലാക്കിയത്.